അസ്സലാമു അലൈക്കും. അപ്പോൾ ഇല്ലേ, പെരുന്നാളിൻ്റെ അന്ന് പനി പിടിച്ചതാട്ടോ. എനിക്ക് നല്ല പനി. അപ്പോൾ ഒന്നിനും കഴിയുന്നില്ല. രാവിലെ എഴുന്നേറ്റ് വന്ന് നല്ലോണം ലേറ്റായിട്ടുണ്ട്. ഇന്ന് ഉറങ്ങിപ്പോയി. ഇതാ സമയം 9:11 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ കുടിക്കണം. നമുക്ക് ബീഫ് കിട്ടിയതല്ലേ, അതുകൊണ്ട് ബീഫ് കിട്ടിയതുകൊണ്ട് എല്ലാവർക്കും ഇത് വെള്ളം കോരി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചായ വെച്ചിട്ടുണ്ട്, ബ്രെഡ് ഉണ്ട്. അതൊന്ന് കരിച്ചിട്ട് ചായ കുടിക്കട്ടെ. അതിനുശേഷം ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കേണ്ട രക്ഷയില്ല. ബീഫ് ഇപ്പോൾ എടുത്തിട്ടിട്ടേ ഉള്ളൂ. അത് പൈസ പോയി എപ്പോൾ കട്ട് ചെയ്യും, എപ്പോൾ ഉണ്ടാക്കി എപ്പോൾ നാസ്തയ്ക്കൊന്നും അറിയില്ല. കാരണം തീരെ കഴിയുന്നില്ല. നല്ലോണം തൊണ്ടവേദന. രാത്രി ഉറങ്ങിപ്പോയി. പിന്നെ എന്താ രാവിലെ നിസ്കരിക്കാൻ പോലും എഴുന്നേക്കാൻ പറ്റിയിട്ടില്ല. കണ്ണ് തുറന്നു കിട്ടുന്നില്ല. രാത്രി ആൻറ്റിബയോട്ടിക് കഴിച്ച് കിടന്നുകൊണ്ടാവാം രാവിലെ എഴുന്നേക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇൻഷാ അള്ളാ ഞാനിത് കുടിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കണം. ഇപ്പോൾ ബീഫിനെ കൊണ്ട് ഇവർ കീഴ്പൊറോട്ട വേണം, എനിക്ക് ബീഫ് പാറ്റി ഉണ്ടാക്കി ബർഗർ, ഇങ്ങനെയുള്ള കുറേ ലിസ്റ്റ് ഉണ്ട് എനിക്ക്. അപ്പോൾ അതിലിപ്പോൾ എന്താ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുക നോക്കട്ടെ. ചായ കുടിച്ചിട്ട് കുറച്ച് ഉഷാറായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. പനിയെല്ലാം വന്നാൽ നല്ല സ്ട്രോങ് ചായ കുടിച്ചാൽ അല്ലേ കുറച്ചൊരു സമാധാനം കിട്ടും. അങ്ങനെ ഞാൻ നല്ല തിക്കായിട്ടൊരു പാൽച്ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. തലവേദനയായിട്ട് നല്ലോണം ആദ്യം ഞാൻ ചായ കുടിച്ചത് സെറ്റാവട്ടെ, അതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ പൊടി കുഴക്കട്ടെ. ഞാൻ വളരെ കുറച്ച് അളവിലാട്ടോ ചെയ്യുന്നുള്ളൂ. കുറേയൊന്നും പൊറോട്ട ചൂടാൻ എനിക്ക് കയ്യല്ല. കാരണം ഇവർക്ക് പൊറോട്ട ബീഫ് കിട്ടിയാൽ ആദ്യം എന്നാൽ നമുക്ക് പൊറോട്ട ബീഫ് റോസ്റ്റ് അത് തന്നെയാണല്ലോ ഓർമ്മ വരിക. അപ്പോൾ ഇവർ കുറേ ദിവസമായി കിഴിപ്പൊറോട്ട ആക്കാൻ ഇപ്പോൾ വായലക്കും തേങ്ങാപ്പാൽ പിയാനെല്ലാം എനിക്ക് കൈയെങ്കിൽ ഞാൻ ചെയ്യും. പൊറോട്ട ഇട്ട് കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ പൊറോട്ടയും ബീഫ് റോസ്റ്റ് തന്നെ കഴിച്ചോട്ടെ. അപ്പോൾ അത്രയും എടുത്തിട്ടുള്ളൂ പൊടി. ഇനിയിപ്പോൾ ഇതിലേക്ക് മുട്ട, പാലില്ല, പാല് നമുക്കില്ല ഇന്ന്. അതുകൊണ്ട് ചായ കഴിച്ച് പാല് കഴിഞ്ഞ് ഇനി നമുക്ക് മുട്ട 2 മുട്ട ഇട്ട് കൊടുക്കാം. എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പൊറോട്ട. ഞാൻ ഒരു മുട്ടയും കൂടി എടുക്കട്ടെ. രണ്ടാമത്തെ മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടണം. പിന്നെ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് നമ്മൾ കുഴച്ചെടുക്കണം. പൊറോട്ട കുറേ സമയം പൊടി കുഴച്ച് വെച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവാം. പക്ഷേങ്കിൽ ഇന്നിപ്പോൾ എത്രത്തോളം സമയം കിട്ടുമെന്ന് അറിയില്ല. ബീഫ് സെറ്റാകുന്നവരെ ബീഫിൻ്റെ കട്ട് ചെയ്യലും ആ ഒരു ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് സെറ്റാകുന്ന സമയം കൊണ്ട് കുറച്ച് സമയം പൊറോട്ട നമുക്ക് സെറ്റായി കിട്ടുമല്ലോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഹെൽത്ത് വൈസ് ഒന്നും നോക്കുന്നില്ലേ, എല്ലാം ഇന്നൊരു ദിവസം നമ്മൾ മാക്സിമം ടേസ്റ്റ് കഴിക്കാമെന്നുള്ളതിലാണ്. ആവശ്യത്തിന് ശരിക്കും പറഞ്ഞാൽ കുറച്ച് പാലും വേണേ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും പാൽ ഒഴിച്ചാൽ. പക്ഷെ പാലില്ല. പാല് വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ള ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സൗണ്ടാണ് അത്. ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഉണ്ട് അലക്കാൻ. ഇനിയിപ്പോൾ പുതപ്പ് വിരിപ്പൊന്നും അലക്കിയിട്ടില്ല ഇപ്രാവശ്യത്തെ. എൻ്റെ ഒന്നും സമയം കിട്ടിയിട്ടില്ല. എല്ലാം കൂടി തിരക്കന്നെ. ഞാൻ പറഞ്ഞല്ലേ നിങ്ങളെ അടുത്ത്. ഞാനിപ്പോൾ അത് വോയിസ് ഓവർ കൊടുക്കാൻ പോലും എനിക്ക് സമയം കിട്ടൂല. അതുകൊണ്ട് ഞാനിപ്പോൾ ലൈവായിട്ട് തന്നെ സൗണ്ട് പിന്നെ നൽകി. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇങ്ങനെ ലേറ്റാക്കണ്ടല്ലോ. പല വീഡിയോസും എടുത്ത് വെച്ചിട്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ എടുത്താൽ വേഗം അപ്ലോഡ് ചെയ്യണം. പിന്നെ അത് കുറേ ദിവസം കഴിഞ്ഞിട്ട് അതൊരു പഴയ വീഡിയോ പോലെ ആയിപ്പോവും. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഞാൻ ചെയ്യലുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഞാനിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഫോണും കൊണ്ടാടി ഇരുന്നാൽ മെസ്സേജ് റീപ്ലൈ കൊടുത്ത് സമയം പോകുന്ന അറിയില്ല. പിന്നെ അങ്ങനെ അങ്ങ് ആയിപ്പോവും. അപ്പോൾ എന്താണ് യൂട്യൂബ് ചാനൽ കംപ്ലീറ്റ് ആയിട്ട് എന്നോട് മറന്നു പോകുന്നു അതിൻ്റെ കാര്യങ്ങൾ. അതുകൊണ്ടാണ് വീഡിയോസ് ഭയങ്കര ഡിലേ വരുന്നത്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട് വീഡിയോസൊന്നുമില്ല. അല്ലാണ്ട് നമ്മൾ കറക്റ്റ് ഷെഡ്യൂൾ പോകുന്നതല്ലേ. അപ്പോൾ കുറച്ച് തിരക്ക് വന്നുകൊണ്ട് എനിക്കൊരു താളം തെറ്റിയതാണ്. ഇൻഷാ അള്ളാ നമ്മൾ മാക്സിമം ചെയ്യും. ഞാൻ ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചിട്ട് എടുക്കണം കേട്ടോ. പൊറോട്ട നന്നാവുന്നത് എത്രത്തോളം നമ്മൾ കുഴക്കുന്നതിനനുസരിച്ചിട്ടാണേ. കട്ട ഉപ്പ് അലയുന്നില്ല, അത് കല്ലുപ്പ് പൊടിച്ചെടുത്തതേനും, അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ. പൊടിയുപ്പല്ല.
നിങ്ങളങ്ങനെ ആക്കലുണ്ടോ? കല്ലുപ്പ് പൊടിച്ചിട്ട് വെക്കലുണ്ടോ? അതാ നല്ലതെന്ന് പറയുന്നു എല്ലാവരും. പക്ഷേ നമുക്കറിയില്ല. ഞാൻ ചിലപ്പോൾ അല്ലേ സമയങ്ങളുടെ സമയത്ത് കല്ലുപ്പെല്ലാം പൊടിച്ചിട്ട് വിടും, ഇല്ലെങ്കിൽ പൊടിയുപ്പ് തന്നെ ഉപയോഗിക്കുന്നത്. നമുക്കുണ്ടാവുമല്ലോ തിരക്ക്, അന്നേരം എന്തെന്ന് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഉള്ളതെല്ലാം വെച്ചങ്ങ് അഡ്ജസ്റ്റ് ആക്കുക എന്നല്ലാണ്ട്. നല്ലോണം കുഴച്ചിട്ട് വെക്കട്ടെ. ഇനി ഞാൻ ബീഫ് ഉണ്ടാക്കുന്ന കാണിക്കാട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് അതിലേക്ക് ഞാൻ ഉള്ളി 2 വലിയ ഉള്ളി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലിടുന്നുണ്ട്, വറ്റാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റും. എന്നിട്ട് നമ്മൾ ഇതിനെ മിക്സിയിലിട്ട് അരച്ചെടുക്കാം കേട്ടോ ചെയ്യുക. വാടി വന്നത് മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ മസാലപ്പൊടികൾ ഈ സമയത്ത് തന്നെ ഇടും കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഇട്ടിട്ട് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് തണിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് വേവിച്ചെടുക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. കാരണം ഇവിടെ എൻ്റെ മോൾ അത് തന്നെ ആ റെസിപ്പി തന്നെ വേണം. ഞാൻ നോർമൽ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിന്ന് എന്താ ചെയ്യുക, ഇങ്ങനത്തെ സമയത്ത് തിരെ എന്താ പറയണ്ടേ, കിച്ചണിൽ കുറേ സമയം നിൽക്കാൻ കഴിയുന്നില്ല. ക്ലീനിങ് എല്ലാം അവർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി എന്നുള്ളത്. അപ്പോൾ ഞാനെന്നാലിത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടെ, ലാസ്റ്റ് നമുക്ക് കാണിക്കാം. പിന്നെ ഞാനില്ലേ പൊറോട്ടേൻ്റെ ബോള് പിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പൊടി കുഴച്ച് അപ്പം തന്നെ ബോളാക്കി വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ നല്ലപോലെ ബോള് ഒന്നാണ് കമ്മീറാവട്ടെ. ആ ഒരു സമയം നമുക്ക് കറിയായിട്ട് ഇത് വീശി പരത്തി ചുടണം. സമയം ഒരുപാടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ വെളുത്തുള്ളി, ഇഞ്ചി ഇതൊന്നും ചതച്ചിടേണ്ട ആവശ്യമില്ല. നമ്മളിത് വഴന്ന് വന്നാൽ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതാ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നനയാൻ വേണ്ടി മാറ്റി വെക്കണം. മസാലപ്പൊടി ഇട്ടത് 2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ടിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീർ ചില്ലി, റെഡ് ചില്ലി മിക്സ് ചെയ്തതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ അതിനോട് പെരിഞ്ജീരകം ഫസ്റ്റ് വെളിച്ചെണ്ണ പൊട്ടിക്കാൻ മറന്നു, അതുകൊണ്ട് കുറച്ച് പെരിഞ്ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പച്ച ടേസ്റ്റ് മാറുന്നവരെ. മല്ലി ഇപ്രാവശ്യം ഞാൻ വറുത്തിട്ടൊന്നുമല്ല പൊടിച്ചത്, സാധാ മല്ലിയാണ്. അല്ലാണ്ട് നമ്മൾ ചെറിയുള്ളി നിങ്ങൾ കാണില്ല എൻ്റെ മല്ലിപ്പൊടിൻ്റെ ആ ഒരു റെസിപ്പി നല്ല ടേസ്റ്റാണ്. ഒരു മല്ലിപ്പൊടി നമ്മൾ കയ്യിലുണ്ടായാൽ. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ പിന്നെ ഓക്കെ. അപ്പോൾ ഇതൊന്ന് കാണിയട്ടെ, നമുക്കെന്നിട്ട് നോക്കാം. ഇതിൽ നമ്മൾ തക്കാളി എല്ലാം ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇത്തിരി വിനീഗർ ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുളിപ്പിന് ആവശ്യമായി നമ്മളിതാണ് ചേർത്ത് കൊടുത്തത് വിനീഗർ. ഇത് തടിഞ്ഞാൽ മിക്സിയിലിട്ട് അടിച്ച് ഒന്നുമില്ല, മിക്സിയിലിട്ട് അടിക്കുക. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് ബീഫിനെ വേവിച്ചെടുക്കുക. കഴിഞ്ഞാൽ ഇത് തടിയുന്ന സമയത്ത് ഞാൻ ബീഫ് കട്ട് ചെയ്തെടുത്തിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളി അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം, അധികം വെള്ളം വേണ്ട, കാരണം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഓവർ വെള്ളം വേണ്ട, കുറച്ച് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ നോക്കി എരിവൊക്കെ നോക്കി എല്ലാം സെറ്റായതിന് ശേഷം ബീഫ് ഇട്ട് കൊടുക്കട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എരിവെല്ലാം കറക്റ്റാണ്. ഉപ്പിടണം, കുറച്ചും കൂടി ഉപ്പ് ഇട്ട് ബീഫ് ഇടട്ടെ. നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉള്ളത്. ഇനി ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിയാൽ അധികം ലൂസായാലും ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനൊരു വരട്ടിയത് പോലെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല കൊട്ടൊക്കെ ഉള്ള ബീഫാണ്. ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടില്ല, കത്തിച്ചിട്ടില്ല. എല്ലാം റെഡിയായി നമുക്ക് മൂടിയതിന് ശേഷം ഗ്യാസ് ഓണാക്കിയിട്ട് നല്ല കളറുണ്ടല്ലേ, അടച്ചു വെച്ച് ഇത് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പൊറോട്ട വീശിയെടുക്കാം. ഇപ്പോൾ പൊറോട്ട പരത്തിയെടുക്കാം. ഇങ്ങനെ സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഇങ്ങനെ പരത്താട്ടോ. എന്നിട്ട് ഇവ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുറേ സമയമായില്ലേ ഞാൻ ബീഫ് മുറിച്ച് ഒന്നും വെക്കാൻ പറ്റട്ടോ. എൻ്റെ കൗണ്ടർ ടോപ്പിൽ അപ്പോൾ ഉറുമ്പ് വരും. ഇതൊക്കെ എല്ലാം ഉണ്ടാവും ഉറുമ്പിൻ്റെ ശല്യം. ഇങ്ങനെ നല്ലോണം വെളിച്ചെണ്ണ ഓയിലോ എന്താ ഇഷ്ടമുള്ളത് തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ 2 സൈഡ് പിടിക്കട്ടോ. ഇതാ ഈ 2 സൈഡ് ഇതേപോലെ ഒരടി, അടുത്ത 2 സൈഡ് പിടിച്ച് ഇതാ ഒരടി, പിന്നെയും ഒരു സൈഡ് പിടിച്ച് ഇത് ഇങ്ങനെ അങ്ങനെ മാറി മാറി നമ്മൾ അടിച്ചെടുക്കുമ്പോൾ പൊറോട്ട വീശി വരും. നമ്മളിങ്ങനെ പൊറോട്ട വീശാന്നല്ലേ പറയാം. ഇതേപോലെ ആയി കേട്ടോ. എന്നിട്ട് 2 സൈഡ് ഇങ്ങനെ പിടിച്ചിട്ട് ഇതേപോലെ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങാക്കുമ്പോൾ നല്ല പോലെ ചൊറ ഉണ്ടാവും. എന്നിട്ടിതാ ഇതേപോലെ ചുരുട്ടിയെടുക്കുക. കണ്ട ചൊറ കാണുന്നില്ല നിങ്ങൾ. അപ്പോൾ നമ്മൾ കത്തി കൊണ്ട് കീറേണ്ട ആവശ്യമൊന്നുമില്ല.
2 പ്രാവശ്യം ചുട്ട് 3ാമത്തെ പ്രാവശ്യം നല്ലോണം പൊറോട്ടയാണ്. ഞാൻ 2 മുട്ടയെല്ലാം ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു യെല്ലോ കളറ് ഉണ്ട്. ഒന്നുകൂടി കണ്ടു നിങ്ങൾ. എപ്പോഴും പൊറോട്ട വിഷൻ അറിയാത്ത ആൾക്കാരുണ്ട്. ഇതേപോലെ അങ്ങ് ചുട്ടെടുക്കും. എന്തായാലും എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടംപോലെ ബീഫ് കിട്ടും. എത്രയാലും നമ്മൾ ഷോപ്പിൽ നിന്ന് വന്ന പൊറോട്ടേൻ്റെ ടേസ്റ്റും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പൊറോട്ടേൻ്റെ ടേസ്റ്റും രണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ നിന്ന് ചുട്ട് കൊടുക്കുക. എനിക്കും ആദ്യം ഒട്ടും അറിഞ്ഞൂടെ, എനിക്കിപ്പോൾ പഠിച്ചതാണ്. ഇപ്പം എല്ലാം കുറേ കാലമായി പഠിച്ചിട്ട്. ഇവൻ്റെ സൈഡിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ പൊറോട്ടേൻ്റെ സൈഡ് തടി ഉണ്ടാവില്ല. ഇതേപോലെ ഒന്നുകൂടിയാ ഒരു നമ്മളെല്ലാ ചുറ്റുപാടൊന്നുമില്ല കുക്കർ വിസിലടിക്കുന്ന സൗണ്ടാണ് രാവിലെ തന്നെ. കാരണം ബീഫാകുമ്പോൾ കുറേ വിസിലടിക്കണമല്ലോ. എനിക്ക് മനസ്സിലായി. ഞാൻ ഫുള്ളായിട്ട് വീശി വെച്ചിട്ട് പരത്തി ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഇതാ പൊറോട്ട ഞാനിങ്ങനെ നമ്മൾ ചപ്പാത്തിയിലും പരത്തിയെടുക്കുന്ന പോലെ തന്നെ ഇതേപോലെ പരത്തിയെടുക്കുക. ശരിക്കും പറഞ്ഞാൽ ബോൾ പിടിച്ച് കുറച്ച് സമയം വെക്കണം, വീശിയിട്ടും കുറച്ച് സമയം വെക്കണം. അപ്പോഴെല്ലാം പൊറോട്ട കൂടുതൽ നന്നായി കിട്ടും. ഇതിപ്പോൾ ഞാൻ വീശി ഉടനെ തന്നെ പരത്തിയെടുക്കുക. ഇതിന് സമയമില്ല, വിശക്കുന്നു വല്ലാണ്ട്. അപ്പോൾ നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാം. 4 പൊറോട്ട ഒരുമിച്ചിടുന്നുണ്ട് കേട്ടോ. പൊറോട്ട പരത്തിയല്ലേ നേരത്തെ പറയാൻ മറന്നു. ഈ സൈഡ് നമ്മൾ വിരൽ കൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ പൊറോട്ടൻ്റെ സൈഡ് അങ്ങനെ കട്ടി ഉണ്ടാവും. ചില പിന്നെ കഴിഞ്ഞ പൊറോട്ട ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ടങ്ങ് ഇട്ട് കൊടുക്കണേ. 4 ഒരുമിച്ചിട്ട് ഞാനിതിലിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ബീഫ് കിട്ടിയാൽ നിങ്ങളെല്ലാവരും പിന്നെ വെളിച്ചെണ്ണ ഗീ മിക്സ് ചെയ്തിട്ട് പൊറോട്ട ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അല്ലാണ്ട് ഓയിലിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പൊറോട്ട വെളിച്ചെണ്ണയാണ് പൊറോട്ടയ്ക്ക് നല്ലത്, നല്ല ഫ്ലേവർ ഉണ്ടാവുക. വെളിച്ചെണ്ണയിൽ ചുട്ടെടുക്കുമ്പോഴായിരിക്കും. നിങ്ങൾ കല്ല് കാണുന്നില്ല, ഞാൻ ക്യാമറ തിരിച്ച് കാണിച്ചു തരാം. ചൂടായിക്കില്ല. ഞാൻ 4 ഒറ്റയ്ക്ക് തന്നെയാണ് ചുടുന്നത്. കാരണം ഈ ഒരു സമയത്തിന് നമ്മൾ ഇപ്പുറത്തുനിന്ന് ഇതിങ്ങനെ പരത്തും, അവിടെ ചുടും, മുട്ടിയിടും. അത്രയേ ഉള്ളൂ. കുറച്ച് പൊറോട്ടയല്ലേ ഉള്ളൂ. നോക്കിക്കോ. വെള്ളയാ 5 ഒന്നും ഒഴിക്കാണ്ട് ഒലുമ്പോ പിന്നെ തേയില് സ്റ്റിഫൻ ഷൈൻ ഉജാല് ഇപ്പൊ വെച്ചാ ഞാൻ 2ാമത്തേൽ വയ്ക്കാല്ലേ പറഞ്ഞെൻ്റെ അടുത്ത്. അബ്ബാ ഞാൻ എന്താ പറഞ്ഞേ? ഒന്നും കൂടി അത് ഒലുമ്പി കുഴപ്പമില്ല, അതങ്ങ് അറിയാ പോവും. അതിന് ഡ്രയറിലെടുത്തിട്ടോ കഴിഞ്ഞില്ല. അതാ ഞാൻ വാഷിംഗ് മെഷീനിൽ വെള്ളം മാറ്റാനുള്ള ഏൽപ്പിച്ചതായിരുന്നു. ആ സംശയങ്ങളാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി പൊറോട്ട. ഇങ്ങനെ മുട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ കൗണ്ടർ ടോപ്പിൽ വെച്ചാൽ നമുക്ക് കൈ അങ്ങനെ കേട്ടോ. ഇതേപോലെ ഒരുമിച്ചിട്ട് ചുട്ടെടുക്കാം കേട്ടോ നമ്മൾ ചെയ്യുക. എന്നാൽ പിന്നെ ഈസി. ഇപ്പം എനിക്കിനി ഒരു 3 ബാച്ചേ ഇടാനുള്ളൂ. 4 8 3 അത്രയും പൊറോട്ടയാണുള്ളത്. അപ്പോൾ ഇതേപോലെ 4 പൊറോട്ട ഒരുമിച്ച് ചുട്ടെടുക്കുമ്പോൾ നമുക്ക് വേഗം കഴിയും. പക്ഷേ എല്ലാ സൈഡും തീയത്തുന്നില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ ചുട്ടെടുക്കുക. പൊറോട്ട ചുടുന്നതിലും ഒരു ഇതുണ്ട്. എല്ലാ സൈഡും ഒരേപോലെ ചൂട് കിട്ടണം. 4 ഒരുമിച്ചിടുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്താൽ മതി. അല്ല ഒരു സൈഡ് കരിഞ്ഞിട്ടും അങ്ങനെയെല്ലാം ഉണ്ടാവാം. ബീഫ് വെന്ത് നല്ല ഇതായിട്ടിട്ട് ഇനിയിപ്പോൾ ഇതൊന്നും കൂടി നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഇതിനെ വരട്ടണം. എന്നാലാണ് ഒരു ബ്ലാക്കിഷ് കളർ വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. ഞാനിതിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ
നല്ലപോലെ ഒന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് പൊറോട്ട സെറ്റ് ചെയ്യാം. കുറച്ച് നമ്മൾ തേങ്ങ കൊത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യിലിട്ടിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ഇതിൽ തന്നെ ചേർത്താൽ മതിയേനു. ആ സമയത്ത് എന്നോട് മറന്നു പോയതാണ്. അപ്പോൾ ഞാൻ രണ്ടാമത് പിന്നെയും ചേർത്തുന്നുണ്ട്. ഇതാ എൻ്റെ അടുത്ത് ആ സമയത്ത് നിങ്ങളില്ലേ വേവിക്കുന്ന സമയത്ത് നല്ല ബ്ലാക്ക് കളർ കിട്ടണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ചേർക്കണം. സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇല്ലേനു കുരുമുളക്, അതുകൊണ്ട് ഞാൻ ഇടാണ്ടിരുന്നത്. എന്നാൽ കുരുമുളക് ഇട്ടാൽ എന്താവും, നല്ലോണം ആ ഒരു ബ്ലാക്ക് കളറായി കിട്ടും. അപ്പോൾ നമ്മൾ പൊറോട്ട വെച്ച് ഇനി അതിലേക്ക് നമുക്ക് കറി ഇടാം. ഓക്കെ, നമ്മൾ തേങ്ങാപ്പാലല്ല, ഞാൻ തേങ്ങാപ്പാലൊന്നും എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതാ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടാമത്തെ പൊറോട്ട. ഉഫ് ചൂട്. ഇതാ ഇനി നമുക്ക് ഇതിലേക്കും കറി ഒഴിച്ച് ഞാൻ ശരിക്കും തേങ്ങാപ്പാൽ കൂടി വെച്ച് ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ് ഈ റെസിപ്പി ചെയ്തത്. ഗ്രേവി കുറഞ്ഞു പോയേ. തേങ്ങാപ്പാൽ വയ്ക്കാന്നുള്ളത് ഇപ്പോൾ തേങ്ങാപ്പാൽ വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവർക്കാണെങ്കിൽ കിഴി പൊറോട്ട വേണമെന്ന് നിർബന്ധം. നമ്മളെത്തില്ല ആ ഇല ഫസ്റ്റ് വാട്ടാൻ മറന്നു, അതുകൊണ്ട് എന്താണ് കീറിപ്പ്. ഞാൻ വേറൊരു ഇല എടുത്തിട്ടുണ്ട്. എന്തോ ഒരു കഷ്ടപ്പാടാണ്. ഇതിങ്ങനെ ഒരു കിഴി പോലെ കെട്ടണം. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഒരു തുണിയുടെ പീസ് കൊണ്ടാണ് കെട്ടുന്നത്. ഇത് നമ്മൾ ചൂടുള്ള കല്ലുമ്മൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഫ്രൈ പാനോ അല്ല, ഞാനിപ്പോൾ പൊറോട്ട ചുട്ട ഒരു കല്ല് നല്ല ചൂടുണ്ട്, അതിലേക്ക് തന്നെ വെച്ചിട്ട് കുറച്ച് അധിക സമയം ഇങ്ങനെ നല്ല പോലെ ആ ഇലയിൽ കിടന്നിട്ട് മൊരിയണം കേട്ടോ. അപ്പോൾ അടിയിലത്തെ പൊറോട്ട നല്ല ക്രിസ്പി ആയി വരും. അത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഈ കിഴപ്പൊറോട്ടയിൽ ലാസ്റ്റ് പൊറോട്ട കഴിക്കാനായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുറച്ചുകൂടി സമയം വെച്ചാൽ നല്ല പോലെ ഇല ഒന്നുകൂടി കരിഞ്ഞാൽ നല്ലതായിരുന്നു. പക്ഷേ എങ്കിൽ ഞങ്ങളെ സമയക്കുറവ് കൊണ്ടും വയറ്റുന്നുള്ള വിശപ്പിൻ്റെ ആ ഒരു വിളി കാരണവും ഞങ്ങൾ അത്ര മതി എന്നുള്ള ഉദ്ദേശത്തിലെടുത്ത് നല്ല ക്രിസ്പി. ഫസ്റ്റ് ഇത് രണ്ടാമത്തെ കിഴി, 2 കിഴിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ആദ്യത്തേത് കുട്ടികൾ ക്ഷമയില്ലാത്ത കാരണം വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല. അവർ പെട്ടെന്ന് എടുപിടി എന്ന് പറഞ്ഞ് ചെയ്ത് അവർ കഴിച്ചിട്ട് ഇപ്പോൾ രണ്ടാമത്തേത് ഇട്ടാക്കി ഞാൻ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് എന്തായാലും ബീഫെല്ലാം കുറേ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ഐറ്റം മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്ന പോലെയല്ല. നമ്മൾ ആ ഒരു ഫ്ലേവറുള്ള പൊറോട്ടയും ശരി പോലെ പൊറോട്ട പാലും കൂടി. പക്ഷേ ഇത് ഞാൻ മുട്ട വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള പൊറോട്ടയാണ്. അതിലേക്ക് ഫസ്റ്റ് ലെയർ നല്ലോണം പൊറോട്ടയുടെ ഗ്രേവിയിലേക്ക് സോക്കായിട്ടുള്ള ലെയർ, ലാസ്റ്റിലത്തെ പൊറോട്ട നല്ല ക്രിസ്പിയായിട്ട് ക്രഞ്ചായിട്ടുള്ള പൊറോട്ട ആയിരിക്കും കേട്ടോ. അതാണ് എല്ലാവർക്കും ഇഷ്ടം. ലാസ്റ്റ് പൊറോട്ടക്കാർക്ക് എല്ലാവരും അടിപൊളി ഉണ്ടാവുക. ഫസ്റ്റ് പൊറോട്ട അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പെട്ടെന്ന് കാലിയാവും. ഞാൻ പനിയുണ്ട് പോലും, എന്നാലും എനിക്ക് പക്ഷേ കുഴപ്പമില്ല. ഇത് നമ്മൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്നില്ല. എന്തായാലും ഇത് കഴിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അത്രയും സ്മെല്ലും ആ ഒരു ഫ്ലേവറും ഒക്കെ നമുക്ക് അടിപൊളിയായിരുന്നു. കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ബീഫാക്കിക്കൊണ്ട് ഒന്നുകൂടി ലെവലായിരുന്നു. പിന്നെ കറിവേപ്പില തേങ്ങാക്കൊത്തൊക്കെ നമ്മളിട്ടിന് അതിൻ്റേതായ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് അടുത്തത് അവൻ്റെ ലിസ്റ്റ് പ്രകാരം നമുക്കുള്ളത് ബർഗർ, പിന്നെ ബീഫിൻ്റെ പാറ്റി വെച്ചിട്ടുള്ള ബർഗർ ഉണ്ട്, പിന്നെ പഴംപൊരിയും ബീഫ്. ഇതൊക്കെയാണ് നമ്മളെ പ്ലാൻ ഉള്ളത്. നമ്മുടെ ഈ ഒരു പെരുന്നാളിൻ്റെ ബീഫ് കിട്ടില്ല. ഞാൻ പറഞ്ഞു 2 എണ്ണം ചെയ്ത്. കുട്ടികൾ നല്ലപോലെ അടിഭാഗം ക്രിസ്പി ആയിന് കേട്ടോ. അവർ കുറേ സമയം വെച്ചിട്ട് ആദ്യത്തെ അവർ തിന്ന് കയ്യാറായപ്പോൾ ഞാൻ അവരോടൊപ്പം ചേർന്നത്. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക്. നമ്മൾ പിന്നെ ഒരു രക്ഷയില്ലാണ്ട് അടിച്ച് മാറിയിട്ടെല്ലാവരും. അപ്പോൾ ഇൻഷാ അല്ലാഹ്